കഴിഞ്ഞ 2 സിനിമകളേക്കാളും ഉറപ്പായിട്ടും എന്നെ സംബന്ധിച്ച് ഭയങ്കര വ്യത്യസ്തമാണ്. ചില ഡയലോഗുകൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചാർജൊക്കെ പോയിട്ട് അവിടെ ഇന്ന സ്കോർ കയറണം, അങ്ങനത്തെ ഒരു ടൈപ്പ് മേക്കിംഗ് ആണ്. പണ്ട് വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു കല്യാണം ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ഒരു 3 ക്യാമറ കംപ്ലീറ്റ് ഷോട്ടുകൾ വരും. അപ്പോൾ എല്ലാ ഷോട്ടും പ്ലേ ചെയ്ത് കാണും. അപ്പോൾ അതങ്ങനെ അത് ശീലിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കിങ്ങനെ എല്ലാ ഷോട്ടും പ്ലേ ചെയ്ത് കണ്ട്. ഈ പ്രേമം സിനിമ അല്ലെങ്കിൽ അൽഫോൺസ് പുത്രൻ എന്ന ഡയറക്ടർ, ആക്ടർ, എഡിറ്റർ, ഇതെല്ലാം എത്രത്തോളമാണ് അരുൺ വൈഗ് എന്ന സംവിധായകനെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതപ്പെടുത്തിയേക്കണ ഒരു സിനിമയാണ് പ്രേമം. കാര്യം ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാലോചിച്ച് വെച്ചേക്കുന്ന ഒരു സിനിമയാണ്. ഒരു സിനിമ പോലും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുടെ വിഷമം ഞാൻ കണ്ടേക്കണുണ്ട്. ഒരു അസോസിയേറ്റ് അസിസ്റ്റന്റ് ഒന്നും ആവാതെ 3 സിനിമ ചെയ്തത് ഞാൻ എവിടെ എത്തിയെന്ന് എനിക്കൊരു സാധനമുണ്ട്. നമ്മളിപ്പോൾ ഒരിടത്തും എത്തിയിട്ടില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ ദൈവം തന്നൊരു ബോണസാണ് 3 സിനിമയെങ്കിലും ചെയ്യാൻ പറ്റിയത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് പകുതിക്ക് പഠിത്തം നിർത്തിയിട്ട് ബിടെക്കായിരുന്നോ? അല്ലല്ല, അപ്പൊ പുള്ളി ഞാൻ തന്നെയാണല്ലോ പുള്ളി. ആസിഫേട്ടന്റെ വെഡിങ് ഷൂട്ട് ചെയ്താണ് ടേണിംഗ് പോയിന്റ്. ആസിഫേട്ടന് ഭയങ്കരമായിട്ട് ട്രെയിലർ ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഹൈലൈറ്റ് വീഡിയോ. പുള്ളി അത് റിസപ്ഷന് പ്രസന്റ് ചെയ്തത് എൻ്റെ ലൈഫിന്റെ പുതിയ ട്രെയിലർ ഇന്ന് റിലീസാവുകയാണ്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെയും കുഴപ്പമാണത്. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടും. നമ്മുടെ തീരുമാനം നമ്മൾ ഏറ്റവും നന്നായിട്ട് അതിനെ ആഗ്രഹിക്കുക, ആ സ്വപ്നത്തിന് വേണ്ടി മാക്സിമം സ്ട്രഗിൾ ചെയ്യുക, അല്ലെങ്കിൽ എഫർട്ട് എടുക്കുക. ഒരു ദിവസം നമുക്ക് മസ്റ്റായിട്ട് റിസൾട്ട് ഉണ്ടാവും. അത് തന്നെയാണ് നമ്മുടെ സിനിമ പറയുന്നത്.